ഹലോ ഓൾ, ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു സ്റ്റഡി ചലഞ്ച് ചെയ്യുന്ന പോലെ അല്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര മടിയാട്ടോ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഞാനൊരു UPSC ആസ്പിരൻ്റാണ്. നെക്സ്റ്റ് CSC എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. പിന്നെ എനിക്കൊരു ജോബുണ്ട്. ആ ജോബിൽ നിന്ന് തൽക്കാലം ഒരു ലീവ് എടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് ലീവ് കിട്ടിയേക്കണത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ ലീവ് എടുത്തിട്ടുള്ളത്. ബാക്ക് ടു ജാനുവരിയിൽ എനിക്ക് ജോബിന് കയറണം. അതിൻ്റെ കൂടെ വേണം പ്രിപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നെക്സ്റ്റ് ടൈം എക്സാം എഴുതാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ ഉള്ള ടൈം ഞാൻ മാക്സിമം എന്നെ ഫോഴ്സ് ചെയ്ത് എന്നെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ കൂടെ കോച്ചിങ് ഉണ്ട്. ഇപ്പം പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ് 2 ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒന്ന് ഓഫ്ലൈനും ഒന്ന് ഓൺലൈനിലും. ഓഫ്ലൈനായിട്ട് എടുക്കുന്നത് വാജിറാമിൽ തന്നെയാണ്. ഓൺലൈനായിട്ട് എടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള, അതായത് കേരളത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. എൻ്റെ ഫസ്റ്റ് പ്രിലിംസിന് വേണ്ടിയുള്ള ടെസ്റ്റ് പൊളിറ്റിയാണ്. അപ്പോൾ പൊളിറ്റി അവർ മൊഡ്യൂൾ ടെസ്റ്റ് പോലെയാണ് നടത്തുക. പൊളിറ്റിയുടെ ഫുൾ സിലബസ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ടെസ്റ്റ്, സെക്കൻഡ് ടെസ്റ്റ് അങ്ങനെയാണ്. ഇന്ന് ഞാൻ മോർണിംഗിൽ എണീറ്റിട്ടുള്ളത് ഒരു 4:30-ക്കാണ്. അപ്പം മാക്സിമം ഒരു 5 o'clock തൊട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നേ, നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഈ കാണിക്കുന്നതാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഡെയിലി റൊട്ടീൻ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഞാൻ ഈ ടൈമൊക്കെ വെച്ചിട്ടാണ് എഴുതണമെങ്കിലും പ്രോപ്പറായിട്ട് ഈ ടൈമൊക്കെ വരാറൊന്നും ഇല്ല, റെഡി ആവാറില്ല. കാരണം ചില ടൈമിൽ നമ്മൾ ഭയങ്കര ട്യൂഡിയസ് ആവുമല്ലോ. അപ്പം ഞാൻ ഈ പറയുന്ന റൊട്ടീനൊന്നും നോക്കാറുമില്ല. ഇപ്പം ഞാൻ ഈ കാണിച്ചത് എൻ്റെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് അല്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ്. ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ഞാൻ ചില സമയത്ത് രാത്രി കിടക്കുന്നതിന് മുന്നേ എഴുതും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ എഴുതുന്നത്. ഇന്ന് എനിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വേണ്ടി എക്സാം നല്ലപോലെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പൊളിറ്റി റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഞാൻ പൊളിറ്റി പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം ലാസ്റ്റ് ഞാൻ മെയിൻസിന് വേണ്ടി ഒരു മെൻറ്റർഷിപ്പ് എടുത്തായിരുന്നു. ആ ഒരു ടൈമിലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു. എങ്കിൽ കൂടി ഇപ്പോൾ ഉള്ള ആ മൊഡ്യൂളുകൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. ലാസ്റ്റ് വീഡിയോയിൽ പകുതി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി കുറച്ചും കൂടെ ഉള്ളൂ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലപോലെ റിവൈസ് ചെയ്തിട്ട് വേണം എനിക്ക് എക്സാം. ഇന്ന് ഈവനിങ് 4 o'clock മുന്നേ ലാസ്റ്റ് ടൈമാണ്. അതിന് മുന്നേ തന്നെ ടെസ്റ്റ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഒരു ടെസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നലെ ഞാൻ അത്യാവശ്യം ടഫുള്ള ഏരിയയൊക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്തിരുന്നു. ഇപ്പം കുറച്ച് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ, കുഞ്ഞു സമയം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ റിവൈസ് ചെയ്യുന്നുള്ളൂ മോർണിംഗിൽ. എങ്കിലും ഒരു മോർണിംഗിൽ ഒരു 3 hours അല്ലെങ്കിൽ മാക്സിമം 4 hours കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പം ഞാൻ ടൈമറൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നിങ്ങൾ 2025 നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എഴുതുന്നുണ്ടെങ്കിൽ, ബിഗിനേഴ്സ് ആണെങ്കിലും ഈവൻ ഒരു ടെസ്റ്റ് സീരീസ് എങ്കിലും എടുത്തിട്ട് അവർ പറയുന്ന ഒരു ടൈം ടേബിളിൽ പ്രോപ്പറായിട്ട് പോയി അറിയുന്ന പോലെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. ദെൻ നമുക്ക് കൂടുതൽ ടൈം റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൈം വെച്ചിട്ട് തന്നെ ഒരു റൊട്ടീൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കൊരു ടൈം ടേബിൾ തരുമല്ലോ, അത് വെച്ചിട്ട് തന്നെ ഇന്ന ടൈമിനുള്ളിൽ ഇന്ന ടൈം ഇന്ന സബ്ജക്റ്റ് പഠിക്കുക, അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക, വീണ്ടും അവരുടെ ആൻസർ കീ മോർ ടൈം നിങ്ങൾ റിവൈസ് ചെയ്യുക. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോഴേ പിന്നീട് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ കവർ ചെയ്യാത്ത ഒരുപാട് പുതിയ പോർഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ച് വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ ടൂ മച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ രാവിലെ 5 o'clock എണീറ്റിട്ടുണ്ടല്ലോ, ഒരു 8 o'clock വരെ ഉണ്ടല്ലോ ഞാൻ ഭയങ്കര ഓക്കെയാണ്. പിന്നുണ്ടല്ലോ എഴുന്നേറ്റ് നിന്നും കിടന്നും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഓടിയും അങ്ങനെയൊക്കെ പഠിക്കുക. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് വരും, ഫോക്കസ് റെഡി ആവില്ല. ആ ഒരു ടൈമിൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. കാരണം നമ്മൾ രാവിലെ എണീക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ 5 o'clock എഴുന്നേറ്റിട്ട് ഒരു 7 o'clock ഉറക്കം വരുമെന്നും പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാവിലെ എണീറ്റത് വെറും ഒരു വേസ്റ്റായി മാറും.
ഇനി വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിരിക്കും. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ എന്നും ഇങ്ങനെയൊന്നും ആണെന്ന് വിചാരിക്കണ്ട. എന്നും ഇങ്ങനെയൊന്നും അല്ല. എന്നാലും 10 hours 8 hours ഒക്കെ പഠിക്കും കേട്ടോ. പിന്നെ ഒരു 3 hours ആയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 hours അല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈമിൽ നല്ല ഡിഫറൻസ് ആയിട്ടുണ്ട്. ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ബാക്ക് ടു ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വന്ന് പഠിക്കാമെന്ന് ഓർക്കുക. കാരണം ഇപ്പോൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പോകണം, ബാക്ക് ടു വരണം. ഒരു 1 hourസിനുള്ളിൽ ബാക്ക് ടു ഇതെല്ലാം നടക്കും എന്നാണ്. നോക്കാം. ഈ മോർണിംഗിലുള്ള ഈ ജിമ്മിൽ പോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും പിന്നെ ലോങ് അവേഴ്സ് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു ടൈമിൽ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര പ്രശ്നമായപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ടൂ മച്ച് ഡിസ്ട്രാക്ഷൻസും കൂടുതൽ ഫോക്കസ് ടൈമും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്നും ജിമ്മിൽ പോകണമെന്നൊന്നും ഞാൻ പറയില്ല. വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഈവനിങ്ങിലോ മോർണിംഗിലോ കുറച്ച് നടക്കുമെങ്കിലും ചെയ്താൽ മതി, ബെറ്റർ ആയിരിക്കും. കാരണം ജിമ്മിൽ പോയാലും വർക്കൗട്ടിനേക്കാൾ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യണത് ബാക്ക് ടു വരണം, പഠിക്കണം. കാരണം മാത്രമല്ല ഇന്നൊരു എക്സാമും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ടൈം അവിടെ നിന്ന് കറങ്ങിയിട്ടില്ലേ. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഞാനാണോ കുക്ക് ചെയ്യണമെന്ന്. ഞാനല്ല കുക്ക് ചെയ്യണം. എനിക്ക് എപ്പോഴും ചപ്പാത്തിയാണ് ഗൈസ്, രാവിലെയും ഉച്ചയ്ക്കും നൈറ്റും ഒക്കെ. പിന്നെ ഒരു 3 hours പ്ലസ് പഠിച്ചല്ലോ. ബാക്ക് ടു വന്ന് ഒരു 10 o'clock ഒക്കെ ആയി. കറക്റ്റ് ഒരു 1 hour ഒക്കെ ആയുള്ളൂ എന്ന് തോന്നുന്നു. ബാക്ക് ടു 1 hourന് ശേഷം ഞാൻ ബാക്ക് ടു വന്നു 10 o'clock തൊട്ട് നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി ഞാനിരിക്കും. അത് മാക്സിമം ഞാൻ TDS ആകുന്ന ടൈം വരെ മാക്സിമം പുഷ് ചെയ്യും കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ മോർ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര റെയറായിട്ട് നടക്കണ കുറേ കാര്യങ്ങൾ. എങ്കിലും എക്സാം ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ നോർമലി നമ്മളുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ ഒരു 1 week മുന്നേ പഠിക്കുന്ന ആളുകളായിരിക്കത്തില്ലേ. ആ ടൈമിൽ നമ്മൾ എത്ര പ്രൊഡക്റ്റീവായിട്ടായിരിക്കുമല്ലോ പഠിക്കുക. അതായത് 10 hours-ഉം 12 hours-ഒക്കെ ഈസി ആയിട്ട് നമ്മൾ പഠിക്കത്തില്ലേ. അതേപോലത്തെ ഒരു സിറ്റുവേഷനിലാട്ടോ ഞാനിപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. ഒരു ഗ്യാപ്പിന് ശേഷം പ്രിലിംസ് എഴുതാൻ പോകുന്നതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. അപ്പം സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് സീരീസ് ആണെങ്കിലും ഒരു 100+ മാർക്ക് എന്തായാലും വേണമെന്ന്. അപ്പം ഞാൻ ഒന്നുകൂടെ കുറച്ച് MCQ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഏകദേശം ഒന്ന് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ്. എക്സാം സ്റ്റാർട്ടായി. നിങ്ങൾ കണ്ടല്ലോ 2 hours ആണ് ടൈമുള്ളത്. ഇപ്പം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം മൊഡ്യൂൾ ടെസ്റ്റ് ആണല്ലോ. ഇതിനകത്തൊരു കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് വന്ന 4 ടോപ്പിക്സ് എനിക്ക് ഒട്ടും അറിയാത്തതുകൊണ്ട് തന്നെ അത് മാത്രമേ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഈ ഒരു ടൈമിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നേ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം ഞാൻ കറക്കി കുത്തിയത് ഫുള്ളും തെറ്റായി. എനിക്കറിയായിരുന്നു അതിലൊരു 10 എണ്ണം ഞാൻ ജസ്റ്റ് ലോജിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി 91 എണ്ണം ശരിയായിട്ടുണ്ട്. 4 എണ്ണം ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ 5 എണ്ണം തെറ്റിപ്പോയി. അതിൽ പകുതിയും സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഈ UPSCയുടെ പ്രിലിംസ് എക്സാമിനുണ്ടല്ലോ, പ്രിലിംസ് UPSCക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട് പ്രിലിംസിന് വേണ്ടി മാത്രം. അത് നമ്മൾ എത്രത്തോളം ട്രാക്ക് ചെയ്യുന്നോ അത്രത്തോളം മോർ ഈസി ആയിരിക്കും പ്രിലിംസ് ക്ലിയർ ആവാൻ. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പം പൊളിറ്റിയുടെ കാര്യം ഏകദേശം ഒന്ന് ഒതുക്കിയപ്പോഴത്തേക്ക് 7 hours ഒക്കെ ആയിട്ടോ. അതായത് ഇനി പിന്നെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ബാക്ക് ടു ഞാൻ റീഡിങ് റൂമിൽ പോയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ടാണ് ഞാൻ പിന്നെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഇനി പഠിക്കണോ എന്നൊരു തോന്നൽ നല്ലപോലെ ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് നാട്ടിൽ പോയി കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആ ടൈമിൽ കുറേ ക്ലാസ്സും പഠിക്കാനുള്ള ടാർഗറ്റും അങ്ങനെ കുറേ കാര്യം പെൻഡിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ബാക്ക് ടു റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ പറ്റില്ല. അപ്പം ഞാൻ മാക്സിമം പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഫോഴ്സ് ചെയ്യാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫുൾ പെൻഡിങ് ക്ലാസ് കാണുക, നോട്ട്സ് എഴുതുക എന്നതാണ്. പിന്നില്ലേ, ഒന്നും നമുക്ക് ഈസി ആയിട്ട് കിട്ടിയാൽ ഒരു രസമില്ലല്ലോ. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ ആ ഒരു ഡ്രീം നേടിയെടുക്കുമ്പം അതിൽ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും കേട്ടോ. എൻ്റെ ഒരു CA ജേണിയിലും എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കൊന്നും ഈസി ആയിരുന്നില്ല. നല്ല പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കമൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എൻ്റെ ഓരോ ജേണിയും ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ളത്. പിന്നില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറേ ടൈം ചായ, കോഫി ഒക്കെ കുടിക്കുന്നുണ്ട്. ഞാൻ ഇതിന് രണ്ടിലും ഭയങ്കര അഡിക്റ്റഡ് ആട്ടോ. ഇപ്പം ഈ പോസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ബട്ട് ഞാനിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി മോർണിംഗിലേ എണീക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഉറങ്ങാതെ ഫേസൊക്കെ ഒന്ന് കഴുകി ഇവളെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇവളുടെ കൂടെയൊക്കെ ഇരുന്ന് ഉറക്കം എങ്ങനെയും മാറ്റണമല്ലോ.
ഈ ജാനുവരി തൊട്ട് മോർണിംഗ് ടു ഈവനിങ് വരെ ഡ്യൂട്ടി ഉണ്ടാവും. അതിനുശേഷം മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ ഫോഴ്സ് ചെയ്യുന്നത്. ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ മാക്സിമം 8 o'clock മുന്നേ ഫുഡ് കഴിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പം ഇത് എൻ്റെ ഒരു മെയിൻ അഡിക്ഷനാണ്. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എന്തെങ്കിലും സീരീസൊക്കെ കണ്ട സീരീസ് തന്നെ വീണ്ടും വീണ്ടും കാണും. പുതുതായിട്ട് കാണുമ്പോഴത്തേക്ക് വീണ്ടും അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. പിന്നെ അതെന്നെ പഠിത്തത്തെ ബാധിക്കും. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയാൽ അത് കഴിയുന്നിടം വരെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ട എപ്പിസോഡ് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും. അപ്പോൾ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ബാക്ക് ടു വീണ്ടും കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഫസ്റ്റിലേ പഠിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടും. പിന്നെ ബാക്ക് ടു വന്നു പഠിക്കാൻ തുടങ്ങി. നേരത്തെ ഒരു 5 hours ടാർഗറ്റ് വെച്ചത് കഴിഞ്ഞിരുന്നില്ല. അതിൽ ഒറ്റ ഇതിലിരിക്കണമെന്ന് ഓർത്തിട്ടും എന്നെക്കൊണ്ട് പറ്റിയില്ല. പല സിറ്റുവേഷനും എൻ്റെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ കോമെൻറ്റ്സ് വരാറുള്ളത് ഏത് പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഗെയ്സ് പെന്നിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ബാക്ക് ടു വന്ന് കാണുന്നത് ക്ലാസ് ആട്ടോ. എനിക്ക് പെൻഡിങ് ആയിപ്പോയ ക്ലാസ്സാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ലെക്ചർ വീഡിയോസ് കാണുക, നോട്ട്സ് എഴുതുക, അത് കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. പഠിക്കുമ്പോൾ ഇത്രയും വരത്തില്ല. പഠിക്കുമ്പോൾ എനിക്ക് അത് നമ്മൾ തന്നെ വായിച്ച് റീഡ് ചെയ്ത് മനസ്സിലാക്കി കോൺസെപ്റ്റ് ക്ലിയറായി പോകുമ്പം എനിക്കെന്തോ ഒരു കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്ന എനിക്ക് തോന്നും. ബട്ട് ഇതുപോലെ ക്ലാസ് കാണുമ്പോണ്ടല്ലോ എൻ്റെ എനിക്ക് ഒട്ടും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ ഞാൻ ആ ഒരു പ്ലേസിൽ എവിടെയൊക്കെ പ്ലേസ് ഉണ്ടോ അങ്ങനെ മാറി മാറി ഇരുന്നാട്ടോ പഠിക്കുക. കാരണം ഒരു സ്ഥലത്ത് കുറേ നേരം ഇരിക്കുമ്പോൾ വീണ്ടും ഉറക്കം വരും, പിന്നെ മാറിയിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഒരു 5 hours കഴിഞ്ഞു. ഇനി ബാക്ക് ടു വീണ്ടും കിടക്കുവാണല്ലോ പഠിക്കാനുള്ള ടാർഗറ്റ്. എന്താണെങ്കിലും ഇന്ന് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്ക് ടു വന്നു പഠിക്കാൻ വേണ്ടി തുടങ്ങണം. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചിട്ട് ഉറക്കം വരുമ്പം ഞാനിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് ഇഷ്ടമുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. കാരണം ഇന്ന് ടൂ മച്ച് കോഫി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കൂടുതൽ കോഫി കുടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്തോ ഒരു ഫുഡ്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കഴിക്കുവാണ്. ഇതിലെവിടേക്കോ എന്തൊക്കെയോ ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. കാരണം ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യണേ. ആ ഒരു ടൈമിൽ എൻ്റെ മെമ്മറി ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല ഇതായത്. പിന്നെ ലാസ്റ്റ് കിടക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഈ വായിക്കുന്ന ന്യൂസ് ഇന്നത്തെ അല്ല കേട്ടോ, ഞാൻ കുറച്ച് എഡിറ്റോറിയൽ എടുത്ത് സ്റ്റോർ ചെയ്ത് അങ്ങനെ കിടക്കാൻ നേരത്ത് ഈ നമ്മളുടെ മെയിൻസിനൊക്കെ ആൻസർ എഴുതുമ്പോഴത്തേക്ക് കുറച്ച് എക്സാമ്പിൾസിനൊക്കെ വേണ്ടിയിട്ട് ആ എഡിറ്റോറിയൽ റിപ്പീറ്റ്ലി വായിക്കും. കുറച്ച് എക്സാമ്പിൾസും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പം CA ജേർണിയിലൊക്കെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ക്ലാസ് ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡെഫിനറ്റായിട്ട് അതിലൊരു നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അത് മോർ ടൈം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ടിപ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കിപ്പോൾ വേണ്ടത് മോർ ടൈം പ്രൊഡക്റ്റീവായിട്ട് കൺസിസ്റ്റൻ്റ്ലി പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. നിങ്ങളൊരു എങ്ങനെ പോയാലും ഡെയിലി 12 hours പ്ലസ് തന്നെ പഠിക്കണം. അതാണ് CA ജേർണിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ. പിന്നെ എൻ്റെ സ്ട്രാറ്റജി ചോദിക്കുന്നവരോട് ഞാനിപ്പോൾ UPSCക്ക് വേണ്ടി ചെയ്യുന്ന പോലെ തന്നെയാണ് അന്നും ചെയ്തിട്ടുള്ളത്. ഒരു പ്രോപ്പറായിട്ട് ടൈം വെക്കും, സിലബസ് ഡിവൈഡ് ചെയ്യും, ഇന്ന ടൈമിൽ ഇന്നത് കവർ ചെയ്തെടുക്കും. അതിൽ കവർ ചെയ്യാത്ത ടോപ്പിക്സ് ഞാൻ വീണ്ടും, നമ്മൾ ചില ദിവസം ടാർഗറ്റ് നേരത്തെ മീറ്റ് ചെയ്യില്ലേ, ആ ഒരു ടൈമിൽ കുറച്ച് എടുത്തിട്ട് പഠിക്കും. ചിലപ്പോൾ ഒരുപാട് പെൻഡിങ് വരും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ പോയ ടൈമിൽ കുറേ പെൻഡിങ്സ് ഉണ്ടായിരുന്നു എന്ന്, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഡെയിലി റൊട്ടീൻ എടുക്കുക. ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നീട് വർക്ക് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി അത് കഴിയും. ചിലർ പറയണ കേട്ടിട്ടുണ്ട് 15 hours ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നുള്ളത്. എൻ്റെ ഒരു ജേർണിയിൽ 18 hours 19 hours വെറും 3 hours ഉറങ്ങിയിട്ട് 1 month ഒക്കെ പഠിക്കുന്ന ആളുകളെ ഞാൻ എൻ്റെ ലൈഫിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈവൻ ലാസ്റ്റ് മെയിൻസ് എഴുതുന്ന ടൈമിൽ, ഞാൻ ടെസ്റ്റ് സീരീസ് എഴുതുന്ന ടൈമിലും 20 hours ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പലരും ഇന്ന് സർവീസിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾ തിങ്ക് ചെയ്യണ്ട. നിങ്ങളും ഡെയിലി ഒരു റൊട്ടീൻ പോലെ സ്റ്റാർട്ട് ചെയ്താൽ, ഞാൻ എപ്പോഴും പറയുമല്ലോ, നിങ്ങളൊരു 2 hours പഠിച്ചു തുടങ്ങിയാൽ മതി. പിന്നെ ആ ഒരു ടൈമിങ് ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവന്നാൽ ഡെഫിനറ്റായിട്ട് 10 hours 12 hours ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെയിലി മീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ.
പിന്നെ പഠിക്കുന്ന ടൈമിൽ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്, പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുറേ കോമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. എന്നിട്ട് അതിനു വേണ്ടി മാക്സിമം പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതിന് 5ഉം 6ഉം ഇയേഴ്സ് കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പഠിക്കാതെ നിങ്ങൾ ടൈം കണ്ടെത്തി, ഒരു 1 ഇയർ നിങ്ങൾ ടൈം കണ്ടെത്തി നിങ്ങളുടെ കുറേ ഹോബീസും എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു 1 ഇയറിലോ പഠിക്കുന്ന ടൈമിൽ പ്രോപ്പറായിട്ടൊന്ന് വർക്ക് ചെയ്ത് വയ്ക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു 10 അവേഴ്സിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡീസും ഫോക്കസിങ് ടൈമൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നോക്കി പഠിച്ച് നോക്കി. ഉറപ്പായിട്ടും നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നടക്കും. ഞാനിപ്പോൾ ഈ പഠിക്കുന്നത് ഒട്ടും ഈസി ആയിട്ടല്ലെന്നും ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പം നമ്മൾ ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കും. ഞാനൊരു ഗ്യാപ്പിന് ശേഷം പഠിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് 1 അവർ പോലും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ടൈം കൂട്ടിയാണ് ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്കും പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റും. ഷോർട്ടാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക, എന്താണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അതിനുവേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. പിന്നെ ആദ്യമേയൊക്കെ നല്ല സ്ട്രഗിൾ ഉണ്ടാവും കേട്ടോ, ആ ഒരു ടൈം മീറ്റ് ചെയ്യാനും കൂടുതൽ ടൈം ഫോക്കസ് കിട്ടാനും. പക്ഷെ ഉണ്ടല്ലോ, ട്രസ്റ്റ് മീ, പയ്യെ നിങ്ങളും ആ ഒരു ട്രാക്കിലെത്തും. എനിക്ക് ഈ വീഡിയോ കൂടുതൽ എഡിറ്റ് ചെയ്ത് തരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ. പിന്നെ വോയിസ് ഓവറിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ് ഓൾ.